എല്ലാവർക്കും തെരേസിൻ ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജർമ്മൻ ഭാഷാ പഠനത്തെ സംബന്ധിച്ച് സ്ഥിരമായി കുട്ടികളും മാതാപിതാക്കളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും. അച്ഛാ, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വലിയ പാടാണോ? ജർമ്മൻ ഭാഷാ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യമാണ് ജർമ്മൻ ഭാഷ പഠിക്കാൻ പാടാണോ. അല്ലെങ്കിൽ ഒരാൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ തങ്ങൾ അയൽവക്കക്കാരും ബന്ധുമിത്രാദികളും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ജർമ്മൻ ഭാഷയാണോ പഠിക്കാൻ പോകുന്നത്, ജർമ്മൻ ഭാഷയാണെങ്കിൽ അത് ഭയങ്കര പാടാണ്. പക്ഷെ ജർമ്മൻ ഭാഷയെ കുറിച്ചോ അതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചോ ഒന്നും വ്യക്തത ഇല്ലാത്തവരാണ് ജർമ്മൻ ഭാഷ പഠിക്കാൻ പാടാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റു ഭാഷകളെ പോലെ തന്നെ ജർമ്മൻ ഭാഷ അത് നമുക്ക് നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാവുന്നതുള്ളൂ. അത് നമ്മൾ എത്രമാത്രം എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നു, ഇത് 8 അല്ലെങ്കിൽ 9 മാസം കൊണ്ട് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ എത്രമാത്രം എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നു അതിനനുസരിച്ച് ഈ ഭാഷ നമുക്ക് എളുപ്പമാകും, നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ കുട്ടികൾ ജർമ്മൻ ഭാഷ പഠിച്ചപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്. ജർമ്മൻ ഭാഷ പഠിക്കാൻ പാടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അബദ്ധ ധാരണയാണ്. പഠിക്കുവാനായിട്ട് മനസ്സുള്ളവർക്ക്, പഠിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഏതായാലും മലയാളം പോലെയുള്ള ഭാഷകൾ പഠിക്കുന്നതിൽ എളുപ്പമാണ് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ളത്. ഈ ജർമ്മൻ എക്സാം പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടാണോ? ജർമ്മൻ ഭാഷ പഠിക്കുന്നതിൽ എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളുടെ സമയവും നമ്മളുടെ എഫേർട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും ജർമ്മൻ ഭാഷയിലുള്ള നമ്മളുടെ അല്ലെങ്കിൽ ജർമ്മൻ എക്സാം നമ്മൾ പാസ്സാകുന്ന ആ ഒരു കാര്യവും. ഒത്തിരിയേറെ കുട്ടികൾക്ക് തെരേസ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3-4 മാസങ്ങൾ എടുത്ത് കഴിയുമ്പോൾ ഏകദേശം 100-ലധികം കുട്ടികൾ ജർമ്മൻ ഭാഷ B2 എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഭാഷ പഠിക്കുവാനും പരീക്ഷ ജയിക്കുവാനും സാധിക്കും. ഇതൊരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമല്ല. ഒത്തിരിയേറെ കുട്ടികൾ, നമുക്കറിയാം എത്ര കുട്ടികൾ നമ്മൾ അറിയുന്നവർ ഒത്തിരിയേറെ ആളുകൾ ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായി ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഭാഷ പഠിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമല്ല. നമ്മൾ എത്രമാത്രം അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഒത്തിരിയേറെ ആളുകൾ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച് പാസ്സായി കഴിയുമ്പോഴേക്കും അവിടുത്തെ സാധ്യതകൾ തീരുമോ? ജർമ്മനിയിലെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 1980-85 കാലഘട്ടത്തിൽ ഇതുപോലെ ഇതിനു മുമ്പ് ജർമ്മനിയിൽ ഒരു ഇൻടേക്ക് ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി ആളുകളെ പല രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് നേഴ്സുമാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിവിധ ജോലികളിലേക്ക് എടുത്തു. അതിനുശേഷം 80-85 കാലഘട്ടത്തിൽ അവിടെ ജോലിയിൽ ആളുകൾ പ്രവേശിച്ചതിന് ശേഷം ഈ ഹെൽത്ത് ഏരിയയിൽ പ്രത്യേകിച്ച് നേഴ്സിംഗ് ഫീൽഡിലേക്ക് ഒത്തിരിയേറെ ആളുകൾ ജർമ്മൻകാർ അതിന് ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അവർ ജർമ്മൻകാരെ അതിനകത്തോട്ട് ചേരാനായിട്ട് അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് താല്പര്യം കാണിച്ചില്ല. അപ്പൊ 80-85 കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിൽ എത്തിയവർ റിട്ടയർമെന്റ് ആകുന്നത്, അതായത് അവർ 75 വയസ്സ് പൂർത്തിയായി അവരുടെ ജോലിയിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന ഒരു സമയമാണ് ഈ 2016 മുതലുള്ള ടൈം. അതുകൊണ്ട് ഈ സമയത്ത് ഈ 80-85 കാലഘട്ടങ്ങളിൽ കയറിയ ഒത്തിരിയേറെ നേഴ്സുമാർ അവരവരുടെ റിട്ടയർമെന്റ് കാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ജർമ്മനിക്ക് ഈ ഹെൽത്ത് സെക്ടറിൽ ഒത്തിരിയേറെ ആളുകളെ ആവശ്യമായിട്ടുണ്ട്, പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ രീതിയിൽ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇൻടേക്ക് ജർമ്മനിലേക്ക് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഉടനെ അവസാനിക്കില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിച്ചപ്പോൾ ഒരു 5-6 വർഷത്തേക്ക് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഒരു ഇൻടേക്ക് അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിട്ടയർ ആകുന്ന ആളുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് അവർക്ക് ആളുകളെ അവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ച് പാസ്സായി വരുന്ന ഒരു സമയത്ത് ഈ ജർമ്മനിയിലെ സാധ്യത ഒരിക്കലും അവസാനിക്കില്ല. ജർമ്മനിയുടെ പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിൽ നഴ്സിംഗ് പോലെയുള്ള മേഖലകളിലൊക്കെ ജർമ്മനിയിലെ സാധ്യതകൾ ഒരു 5-6 വർഷത്തേക്ക് ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും. അതിനുള്ള ഒരു സാഹചര്യമാണ് ജർമ്മനിയിലുള്ളത്. യെസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? യെസ്, അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്താണ്. ഈ ഹൗസ് ബിൽഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിനൊരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പ്രാക്ടീസ് എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന വാക്കിന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക്, ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ആക്കാൻ, നമുക്ക് പ്രാക്ടീസ് തരിക എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ജർമ്മനിയിലെ നേഴ്സിംഗ് എല്ലാവരും ഒരു സംശയമാണ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നത് BSc നേഴ്സിംഗ് ആണോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ആണോ, അങ്ങനെയുള്ള സംശയമാണ്. ഒരിക്കലും ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് അല്ല, ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സ് എല്ലാം, മറിച്ച് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ ഒരു 3 ഇയർ കോഴ്സാണ്. അത് ജർമ്മനിയിലെ നേഴ്സിംഗ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എന്ന് പറയുന്നത്.
അപ്പം ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളിലേക്ക് നമ്മൾ ചേരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റൈഫൻഡ് ആണ്. അത് മറ്റൊരു സംശയമാണ് എല്ലാവർക്കും, സ്റ്റൈഫൻഡ് കിട്ടുമെന്നുള്ളത് മറ്റൊരു സംശയമാണ്. അപ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഒരു 100 നേഴ്സുമാരെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ 100 നേഴ്സുമാരാകാൻ താല്പര്യമുള്ള ആളുകളെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂ ചെയ്തെടുത്ത് അവർ നേഴ്സിംഗ് പഠിപ്പിച്ച് അവർക്ക് ഞാൻ ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ജർമ്മനിയിലുള്ളത്. അതാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് പൈസ തന്നാണ് പഠിക്കുന്നത്. അതായത് എനിക്ക് ജർമ്മനിയിൽ പഠിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ എൻ്റെ ചിലവുകൾക്ക് ആവശ്യമുള്ള പണം അവർ സ്റ്റൈഫൻഡ് ആയിട്ട് എനിക്ക് തരികയാണ്. അതിനുള്ള ചിലവുള്ള സ്റ്റൈഫൻഡ് ആയിട്ട് എനിക്ക് തരികയാണ്. അപ്പം ഈ സ്റ്റൈഫൻഡ് ഉപയോഗിച്ച് എനിക്ക് 3 വർഷം പഠിക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ഞാൻ അവിടെ ജോലിക്ക് കയറുന്നു. അവിടെ അവരുടെ ഒരു എംപ്ലോയി ആയിട്ട് ഞാൻ സാലറിയോട് കൂടി ജോലി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മളവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ തൊട്ട്, പഠിക്കാനായിട്ട് ഒരു നഴ്സിംഗ് കോളേജിൽ കയറുന്ന സമയം തൊട്ട്, ഹൗസ് ബിൽഡിങ്ങിനായിട്ട് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ, കാരണം നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടുന്നത് കൊണ്ട് ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളവിടെ ജീവിക്കുന്നത്, അവിടെ പ്രവർത്തിക്കുന്നത്. അത് 1300 യൂറോ മുതൽ, ആദ്യത്തെ വർഷം 1200-1300 യൂറോ മുതൽ നമുക്ക് ലഭിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷവും കുറച്ച് പൈസ നമുക്ക് അതിനകത്ത് വെച്ച് പിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഒത്തിരിയേറെ ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തത ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനോട് ഒരു ആകർഷണം തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് നമുക്ക് നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇതാണ് ഹൗസ് ബിൽഡിങ്ങിന്റെ ഒരു കാര്യം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജർമ്മനി ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. നേഴ്സിംഗ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ കൊണ്ട് വലിയൊരു ഓപ്പണിംഗ് നമുക്ക് ജർമ്മനി തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് ജർമ്മൻ പഠനത്തിനായിട്ട് നമ്മൾ വരുമ്പോൾ ഒത്തിരിയേറെ സംശയങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് സംശയമുണ്ടായി. അപ്പോൾ ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജർമ്മനിയിൽ നമുക്ക് നേഴ്സിംഗിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണോ, ഈ പരീക്ഷ പാസ്സാകുമോ, ഈ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പോകാറാകുമ്പോഴത്തേക്ക് അവിടെ സ്ഥലം കാണുമോ, ഇങ്ങനെ ഒത്തിരിയേറെ സംശയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ജർമ്മനി ഏറ്റവും സേഫാണ്. നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്താനായിട്ട് നല്ലൊരു സ്ഥലമാണ്, നല്ല കൾച്ചറുള്ള, നല്ല ആളുകളുള്ള, അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. ഭാവി രൂപപ്പെടുത്താനായിട്ട്, ഭാവി സ്വപ്നങ്ങൾക്ക് നിറം പകരുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യത ഉള്ളൊരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് ജർമ്മനി. തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. നഴ്സിംഗ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ജർമ്മനിയിൽ നഴ്സിംഗ്, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു നഴ്സിംഗ് പഠിച്ച് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഏകദേശം 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ അടുത്ത് ഒരാൾക്ക് ചെലവ് വരുന്നുണ്ട്. പക്ഷെ ജർമ്മനി ഓപ്പൺ ആക്കിയിട്ടേക്കുന്ന ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സാഹചര്യം നമ്മൾ പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ തെരേസൻ അക്കാഡമിയിൽ നിന്നൊക്കെ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ പോയി അവിടെ പ്ലേസ്ഡ് ആകുന്നതിന് ഏകദേശം 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ അടുത്താണ് ചെലവാകുന്നത്, ആകെ മൊത്തം എല്ലാം കൂടെ പഠനം ഉൾപ്പെടെ. അപ്പൊ ഇത് വലിയൊരു ഒരു സാധ്യതയാണ്. അപ്പൊ ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈ ഒരു ഫീൽഡ് താല്പര്യമുള്ളത്, നമുക്ക് ഭാഷയെ സ്നേഹിക്കാനും ഈ ഫീൽഡിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പരിപാടിക്കായിട്ട് ഇറങ്ങാവുള്ളൂ. അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു നല്ല സാധ്യതയാണ്. നമ്മുടെ ഭാവിയിലേക്ക് ഒത്തിരിയേറെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ഈ ഒരു ജർമ്മൻ ഭാഷാ പഠനവും അതുപോലെ തന്നെ ജർമ്മനിലേക്കുള്ള നമ്മളുടെ ഈ ഒരു മൈഗ്രേഷനും ഒക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ജർമ്മൻ ഭാഷാ പഠനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജർമ്മനിയിലെ സാധ്യതകളെ കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഒരു ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു അച്ഛ. താങ്ക് യു.